ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 5ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2022-23 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളം മീഡിയമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രവർത്തനം 1, ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. അപ്പോൾ ഒരു സൗരയൂഥത്തിൻ്റെ ഒരു പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ചിത്രം ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് താഴെ ഉള്ളതിന് ഉത്തരം എഴുതി നോക്കാം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യൻ. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? സൂര്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ, ക്ഷുദ്ര ഗ്രഹങ്ങളുടെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ്? ക്ഷുദ്ര ഗ്രഹങ്ങളുടെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും. ചൊവ്വ, വ്യാഴം. ഇനി സി ക്വസ്റ്റ്യൻ, ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കുവാൻ വേണ്ട നിബന്ധനകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് പൂർത്തിയാക്കി നോക്കാം. അപ്പോൾ സിയുടെ ഗോളാകൃതി ഉണ്ടാകണം. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? തടസ്സമില്ലാത്ത ഭ്രമണപഥം വേണം, അതുപോലെ തന്നെ സൂര്യനെ വലയം വെക്കണം. ഓക്കെ. പ്രവർത്തനം 2, പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. എ ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമേത്? അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമേത്? ഏതാണ്? പസഫിക് സമുദ്രം. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമേത്? അപ്പോൾ ബി ക്വസ്റ്റ്യൻ, ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമേത്? ഏതാണ്? ആർട്ടിക് സമുദ്രം. ഇനി സി ക്വസ്റ്റ്യൻ, സമുദ്രങ്ങളെ ഏതെല്ലാം രീതിയിൽ മനുഷ്യർ പ്രയോജനപ്പെടുത്തുന്നു? അപ്പോൾ സമുദ്രങ്ങളെ ഏതെല്ലാം രീതിയിൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ട്? എന്തൊക്കെയാണ്? മത്സ്യസമ്പത്ത്, അതുപോലെ തന്നെ ധാതു നിക്ഷേപങ്ങൾ, ജലഗതാഗത സൗകര്യം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, ചിത്രം നിരീക്ഷിക്കൂ. ടിക്ക് അടയാളം ഇട്ടിരിക്കുന്നത് ഏത് വൻകരയാണ്? അപ്പോൾ ചിത്രം നോക്കുക, എന്നിട്ട് അതിൽ ടിക്ക് ഇട്ടുള്ളത് ഏത് വൻകരയാണ്? ആസ്ട്രേലിയയാണ്. ഇനി ഈ വൻകരയുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ വൻകരയുടെ സവിശേഷത, അതായത് പ്രത്യേകതകൾ? ഏറ്റവും ചെറിയ വൻകരയാണ്, ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു, വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു, ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 4. പ്രവർത്തനം 4, രാത്രിയിലെ ആകാശ കാഴ്ചകൾ നമ്മളിൽ എന്നും അത്ഭുതവും ആകാംക്ഷയും ജനിപ്പിക്കുന്നു. പദസൂര്യൻ പൂർത്തിയാക്കൂ. അപ്പോൾ പദസൂര്യനാണ്. സെൻറ്ററിൽ സൗരയൂഥം തന്നിട്ടുണ്ട്, ഗ്രഹങ്ങൾ, ഉൽക്കകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഉപഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ. ഓക്കെ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, ഉൽക്കകൾ, ഉൽക്കാശിലകൾ എന്നിവ എന്താണെന്ന് കുറിക്കൂ. എന്താണ്? ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. ഓക്കെ. ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ നിരന്തരം ഉൽക്കാപതനം ഉണ്ടാകുന്നു. എന്തായിരിക്കാം കാരണം? അപ്പോൾ ചന്ദ്രനിൽ നിരന്തരം ഉൽക്കാപതനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ചന്ദ്രനിലെ അന്തരീക്ഷത്തിന് കട്ടി കുറവായതിനാൽ കത്തിത്തീരാത്ത ഉൽക്കകൾ ചന്ദ്രനിൽ നിരന്തരം പതിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. പ്രവർത്തനം 5, സൂര്യനെ വലം വയ്ക്കുന്ന നിരവധി ആകാശഗോളങ്ങളുണ്ട്. എ ക്വസ്റ്റ്യൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമേത്? അപ്പോൾ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമേത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഏതാണ് അതിൻ്റെ ആൻസർ? സൂര്യനാണ്. സൂര്യൻ. ഇനി താഴെ ബി ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ തന്നിരിക്കുന്നതിൽ നക്ഷത്രങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. സ്വയം കറങ്ങുന്ന ആകാശഗോളങ്ങളാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത്
കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. ഇനി നെക്സ്റ്റ്, വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ അതും ടിക്കിടുക. ഇനി അടുത്തത്, ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്തത്, സ്വയം കത്തുന്ന ഭീമാകാരങ്ങളായ ആകാശഗോളങ്ങളാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ അതും ശരിയിടുക. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കുറിക്കൂ. ഏതെങ്കിലും രണ്ടെണ്ണം. തനതായതും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം ഇല്ല, സൂര്യനെ വലയം വയ്ക്കുന്നില്ല, ഗോളാകൃതിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6. പ്രവർത്തനം 6, രൂപരേഖ നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ എന്താണ് ഈ രൂപരേഖ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് താഴെ നൽകിയിരിക്കുന്ന പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്താ, ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര. അപ്പോൾ അതേതാണ്? ഏഷ്യ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള ഏറ്റവും വലിയ മഹാസമുദ്രം. അതേതാണ്? പസഫിക് സമുദ്രം. ഇനി മൂന്നാമത്തെ, ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകര. അതേതാണ്? ആഫ്രിക്ക. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7. ഗംഗാ സമതലത്തിൽ എത്തിയ ആര്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഗംഗാ സമതലത്തിൽ എത്തിയപ്പോൾ ആര്യന്മാരുടെ ജീവിതം കുറേ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് വന്നത്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. എന്തൊക്കെയാണ്? സ്ഥിരവാസം ആരംഭിച്ചു, കാർഷിക ഉൽപാദനം വർദ്ധിച്ചു, മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു? അപ്പോൾ എന്തൊക്കെ ലോഹങ്ങൾ കൊണ്ടാ? ചെമ്പ്, വെങ്കലം. അപ്പോൾ നമുക്ക് അവസാനത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8. സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. എ ക്വസ്റ്റ്യൻ, പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട സംഘം കൃതികൾ ഏതെല്ലാം? അപ്പോൾ ഏതെങ്കിലും 3 എഴുതുക. അപ്പോൾ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? പത്തുപാട്ട്, അകനാനൂറ്, പുറനാനൂറ്. ഓക്കെ. ഇനി അടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ്. കുറിഞ്ചി, ഭൂമിശാസ്ത്ര സവിശേഷത, പ്രധാന കൃഷി. അപ്പോൾ ഭൂമിശാസ്ത്ര സവിശേഷത എന്നുള്ളിടത്ത് മലകൾ, മലയോരങ്ങൾ എന്ന് എഴുതാം. പ്രധാന കൃഷി എന്നുള്ളിടത്ത് നമുക്ക് കുരുമുളകും എന്നും എഴുതാം. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.